കുറേ പേര് കേരളത്തിന് പുറത്തു നിന്നും വിദേശത്ത് നിന്നും ഫോൺ വിളിച്ച് അല്ലെങ്കിൽ വാട്സപ്പിലൂടെ സന്ദേശം തന്ന് ഈ ശബരിമലയിലെ സ്ത്രീകൾ പ്രവേശിക്കുന്നതിനെക്കുറിച്ച് സാറിൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറയണം എന്ന് പറഞ്ഞു. ഓരോ കേരളത്തിലെ ഏതാണ്ട് 1500-ലധികം അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പൊ കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾ നിർമ്മിക്കുന്ന ഏറ്റവും കൂടുതൽ ക്ഷേത്രം അയ്യപ്പ ക്ഷേത്രമാണ്. ബോംബെയിലൊക്കെ എത്ര അയ്യപ്പ ക്ഷേത്രങ്ങളാണ്. ഇനി ഇന്ത്യക്ക് പുറത്തും മലയാളികൾ അയ്യപ്പ ക്ഷേത്രം ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരിടത്തും ഇല്ലാത്ത ഒരു അനുഷ്ഠാനമാണ് കാനനത്തിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിലുള്ളത്. ഒരു നല്ല പ്രഭാഷകൻ അടുത്ത കാലത്ത് ശാന്തമായിട്ട് പറയുകയുണ്ടായി. സോഷ്യോളജിയിൽ അത് അക്കൾച്ചറേഷൻ എന്ന 2 വാക്കാണ്. അദ്ദേഹം അത് ഉപയോഗിച്ചില്ല. നമ്മളുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഹിന്ദുക്കളുടെ ശുദ്ധമായ ആചാരം മാത്രമേ ഉള്ളൂ എന്ന് ധരിക്കല്ലേ. അദ്ദേഹം ശാന്തമായിട്ടാണ് പറഞ്ഞത് കേട്ടോ, വികൃതമായിട്ടോ വെല്ലുവിളിച്ചോണ്ടോ ഒന്നുമല്ല. ക്രിസ്ത്യാനികൾ അവരുടെ മതം എവിടെയൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടോ അവിടെയുള്ളത് പലതും എടുത്തിട്ടുണ്ട്. മുസ്ലിങ്ങൾ അവരുടെ മതം എവിടെയൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടോ ആ രാജ്യങ്ങളിലുള്ള പലതും അവരെടുത്തിട്ടുണ്ട്. ഈ ലോകത്തിലെ ഒരു മതത്തിനും ഒരു ആരാധനയ്ക്കും ഒരു സിസ്റ്റത്തിലൂടെ പ്യുവറായിട്ട് നിൽക്കാൻ സാധിക്കില്ല. ജൂതന്മാരുടെയാണ് ഏറ്റവും പ്യൂരിറ്റി ഉള്ള മതം എന്ന് പറയാറുണ്ട്. 2000-ഓളം വർഷം ഇന്ത്യയിൽ അവർ താമസിച്ചപ്പോൾ ഇന്ത്യയിലെ എല്ലാം അവരെടുത്തിട്ടുണ്ട്. അദ്ദേഹം അക്കൂട്ടത്തിൽ കാഷ്വലി പറഞ്ഞുകൊണ്ട് പോയി. ശബരിമലയിലെ ആ വിഗ്രഹം ഗാന്ധാര ശൈലിയിലാണ്, ഗാൻഡഹാർ. അതിൽ ജൈനമത തത്വങ്ങൾ ധാരാളമുണ്ട്, ബുദ്ധമത തത്വങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ അതിൽ ലോക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, പുരാണത്തിലെ കാര്യങ്ങൾ വിശ്വാസങ്ങൾ ധാരാളമുണ്ട്. ഇതെല്ലാം അടങ്ങിയതാണ് ശബരിമല ക്ഷേത്രം. ഇത് ശരിയാണോ സാറേ എന്ന് ചോദിക്കുന്നവർ ധാരാളമുണ്ട്. അങ്ങനെയല്ലേ വേണ്ടത്? എല്ലാ നന്മകളും ദുരുദ്ദേശമില്ലാതെ, വികൃതമാക്കാതെ, മിസ്ഇന്റർപ്രറ്റ് ചെയ്യാതെ, ഏതൊക്കെ നന്മകൾ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം എടുത്ത് മുമ്പോട്ട് പോകലല്ലേ ഈശ്വരാരാധനയും ജീവിതവും മതവും എല്ലാം. അല്ല ഒരൊറ്റ പുസ്തകം മതിയായിരുന്നെങ്കിൽ ഈ 2000 + 10000 + 1,00,000 പുസ്തകം എഴുതേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഒരാചാര്യൻ പറഞ്ഞത് മാത്രം മതിയായിരുന്നെങ്കിൽ നമ്മുടെ വേദം എഴുതിയ എത്ര 1000 ആചാര്യന്മാരുണ്ട്, അവരുടെയൊക്കെ നമ്മൾ എടുക്കേണ്ടിയിരുന്നോ? ഒരു സിസ്റ്റവും ഒരു കഷ്ടവും മാത്രം മതിയായിരുന്നു എങ്കിൽ നമ്മളിങ്ങനെ അടഞ്ഞ ഒരു ലോകത്തിലാവുമായിരുന്നില്ലേ? ഓരോ അമ്പലത്തിലും ഓരോ തരത്തിലുള്ള ആചാരമല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ ശബരിമലയിൽ ബുദ്ധ തത്വങ്ങളുണ്ടെങ്കിൽ വെരി ഗുഡ്, ജൈന തത്വങ്ങളുണ്ടെങ്കിൽ വെരി ഗുഡ്, ശൈവ തത്വങ്ങളുണ്ടെങ്കിൽ വെരി ഗുഡ്, ഗാന്ധാരത്തിലെ ശില്പമാണെങ്കിൽ അതിനേക്കാൾ സൂപ്പർ. കാരണം നമ്മൾ ഓരോന്നും ഓരോ രീതിയിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൂടെയാണ് പോയിരിക്കുന്നത്. അതിൽ ഒരു അയ്യപ്പന്റെ ക്ഷേത്രത്തിലും ഒരു ഹിന്ദു ക്ഷേത്രത്തിലും ഇല്ലാത്ത വിധത്തില് ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രം അനുഷ്ഠാനത്തില് സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. അത് സ്ത്രീകൾ ആരും അവർക്ക് പ്രവേശനം വേണമെന്ന് പറഞ്ഞിട്ടില്ല. ആ ഒരു അമ്പലത്തിൽ മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ ശക്തിയുള്ള അയ്യപ്പ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടേക്ക് പോവാലോ. വർഷത്തിൽ 365 ദിവസവും തുറക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇത് ഈ തണുപ്പ് കാലത്ത് മലയുടെ മുകളിൽ ഉള്ള ക്ഷേത്രമാണ്. അതിനെ ന്യായീകരിക്കുകയോ എതിർക്കുകയോ ഒന്നും ചെയ്യല്ല. ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു അനുഷ്ഠാനം ഇങ്ങനെയുണ്ട്, അത് നിലനിർത്തണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് നിലനിർത്താൻ എല്ലാ സ്ത്രീകളും റെഡിയാണ് എന്നുള്ളതാണ് ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് സ്ത്രീകളെ ആശ്വസിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇവിടെ ഈ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും കടുംപിടുത്തം മാത്രമാണ് പ്രശ്നം. ഏതോ ഞങ്ങൾ ഈ ശബരിമലയെ കുത്തുവാള എടുപ്പിച്ചിട്ടേ ഇരിക്കുള്ളൂ എന്ന് ദൃഢനിശ്ചയം ചെയ്ത പോലെയാണ്. ഹിന്ദുവിനെ അടുക്കി ഒതുക്കി പൊളിച്ചടുക്കിയിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇവരെല്ലാം ചെയ്യുന്നത്. അത് തന്നെ ഒരു ധാർഷ്ട്യത്തോടു കൂടിയാ. സുപ്രീം കോടതിയുടെ എത്രയോ വിധി നടപ്പാക്കാനിരിക്കുന്നു, അതൊന്നും തൊടാതെ എല്ലാ ഹിന്ദുക്കളും RSSകാരോ BJPക്കാരോ ആണെന്ന് ദിവാസ്വപ്നവും നിശാസ്വപ്നവും കണ്ടുകൊണ്ട് കംസനെ പോലെ ജീവിതം മുഴുവനും കൃഷ്ണൻ എന്നെ കൊല്ലാൻ വരുമെന്ന് പേടിച്ച് ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ കടകംപള്ളി രണ്ടിനും ഒരു പ്രത്യേക രീതിയിലുള്ള മാനസികാവസ്ഥയാണെന്ന് തോന്നുന്നു. സോറി, രണ്ടിനും എന്ന് പറഞ്ഞത് തെറ്റാണ്, 2 പേർക്കും. ആ മാനസികാവസ്ഥയിൽ ശബരിമലയെ ഒന്ന് പൊളിച്ചടുക്കിയാൽ ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ ഒതുങ്ങുമെന്ന
ധാരണയിലാണ് ഓരോന്നും ചെയ്തു കൂട്ടുന്നത്. യഥാർത്ഥത്തിൽ പറയാൻ ആഗ്രഹിച്ചത്, ശബരിമലയിൽ കയറി കയ്യേറ്റം നടത്തുന്ന അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ നശിപ്പിക്കുന്നവര് ചെയ്തുകൊണ്ടിരുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ദശാബ്ദങ്ങളായിട്ട് നെഹ്റുവിൻ്റെ കാലം മുതൽക്ക് ഇവിടുത്തെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾക്കും ബാക്കിയുള്ളതിനും മുസ്ലിം പള്ളികൾക്കും ക്രിസ്ത്യൻ പള്ളികൾക്കും ഇല്ലാത്തതൊക്കെ കൂടി ചേർത്ത് ഗവൺമെന്റിന്റെ കൺട്രോള് ഏത് ഹിന്ദു ആശ്രമങ്ങളും ഹിന്ദു സ്ഥാപനങ്ങളും ഹൈന്ദവ ക്ഷേത്രങ്ങളും എല്ലാം കയറി അങ്ങോട്ട് ഭരിച്ച് നിരങ്ങുക, അതിൽ നിന്ന് കൈയിട്ട് വാരുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ശബരിമല വിധി 10 to 50 സ്ത്രീകളെ കയറ്റണോ കയറ്റണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ളതാണ് എന്ന് ധരിക്കല്ലേ, അതും വലിയ ഒരു ഇഷ്യൂ ആണ്. അതിനേക്കാൾ ഉപരി ഹൈന്ദവ ജനതയെ സംഘടിപ്പിച്ച് ഈ ഇവിടെ ഭരിക്കുന്നവര് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന കബഡി കളി, അതിൽ കാട്ടിക്കൂട്ടുന്ന ലോങ് ജമ്പും ഹൈ ജമ്പും ഹഡിൽസും എല്ലാ തോന്നിവാസവും ഒന്ന് അവസാനിപ്പിക്കാനും കൂടിയുള്ളതാണ് ഇത്. ഇപ്പൊ കേരളത്തിന് പുറത്ത് ഭാരതത്തിന് പുറത്തുള്ള ഹിന്ദുക്കളോട് പറയാനുള്ളത്, സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നത് മാത്രമല്ല വിഷയം, അങ്ങനെ ഒരു വിഷയമായിട്ട് എടുക്കരുത്. ഇവിടെ കോടതിക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഹിന്ദുക്കൾക്കെതിരെ പ്രഖ്യാപിക്കാം. അവർ ഭരണഘടന മാത്രം നോക്കിയിട്ട് ആത്മീയത, ഒരു കെമിസ്ട്രി പഠിച്ച ആള് സാമ്പാറിലെ കോമ്പോണന്റുകൾ മാത്രം നോക്കി സാമ്പാർ തിന്നുന്ന മാതിരിയാണ്. സാമ്പാറിന്റെ കെമിസ്ട്രി നോക്കിയിട്ട് സാമ്പാർ തിന്നാൻ പറ്റുമോ? ഞാനൊരു ചീപ്പ് എക്സാമ്പിൾ പറഞ്ഞതാ. ഇവിടുത്തെ കോടതികളുടെയൊക്കെ ധാരണ പുരോഗമനം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്കെതിരെ പറയാം. സത്യത്തിൽ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വില പോലും പോയി. അത് ഏതാണ്ട് ഒരു പഞ്ചായത്ത് ഓഫീസിലെ രാഷ്ട്രീയ മാതിരിയായി. എന്തിനും ഏതിനും കയറി കോടതി ഇടപെടുക. ഈ നാടിന്റെ സംസ്കാരത്തിന് വെറുതെ പത്രമാധ്യമങ്ങൾ അടിച്ചു വിടുന്ന മാതിരി ഒന്നും നോക്കാതെ കോടതികൾ വിധി പ്രഖ്യാപിക്കാം. ആ വിധി പ്രഖ്യാപിക്കുന്നതിൽ 2 സൈഡിലുള്ള അഡ്വക്കേറ്റുമാര് ഒരു ഇരിപ്പിന് ഒരു സിറ്റിങ്ങിന് എത്ര ലക്ഷം വാങ്ങിക്കുന്നവരാണെന്ന് നോക്കിയിട്ട് അവർ വാദിക്കുന്നത് മാത്രം അനുസരിച്ച് വിധി പ്രഖ്യാപിക്കുക. വസ്തുതകളൊന്നും നോക്കാതെ വിധി പ്രഖ്യാപിക്കുക. ഷംസുദ്ദീനും അഡ്വക്കേറ്റും എല്ലാവരും കൂടി ചേർത്ത് ശബരിമലയ്ക്കെതിരെ കേസ് കൊടുത്തപ്പോൾ ആ ഷംസുദ്ദീന് ഇതിലെന്താ ഉദ്ദേശം എന്നുള്ളത് പോലും ചിന്തിക്കാതെ അതിനുവേണ്ടി വാദിച്ച കുറെ അഡ്വക്കേറ്റുമാരും കുറെ ജഡ്ജിമാരും ആ ജഡ്ജിയുടെ കസേരയുടെ വില മുഴുവനും കളഞ്ഞ് നശിപ്പിച്ച് കുളിച്ച് അതിനെ ഭരണപഥത്തിലേക്ക് കൊണ്ടുവരാൻ കുറെ ഇടതുപക്ഷക്കാരും ബുദ്ധിജീവികളും അവർ ധരിച്ചു വെച്ചിരിക്കുന്ന കോടതി വിധി നടപ്പാക്കലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. തെറ്റൊന്നുമല്ല. മറ്റെല്ലാ കാര്യങ്ങൾക്കും കോടതി വിധി നടപ്പാക്കൽ യാതൊരു ഉദ്ദേശമുള്ളതല്ല, അത് ചെയ്യേയില്ല. ഇത് ധൃതി പിടിച്ച് ഏതോ വീട്ടുകാര് അന്ത്യശ്വാസം വലിക്കാനിരിക്കുന്നു, അവരെ കൂടി ഒന്ന് കയറ്റണം, അവർ 50 വയസ്സിന് താഴെയുള്ളവരാണ്, 10 വയസ്സിന് മുകളിലുള്ളവരാണ്, അവരെ കൂടി ശബരിമലയെ കൊണ്ടുപോയിട്ട് തൊഴിപ്പിച്ചിട്ട് വേണം അവരുടെ അന്ത്യശ്വാസം വലിപ്പിക്കാനും പിന്നെ അന്ത്യകർമ്മം നടത്താനും എന്നുള്ള രീതിയിൽ എന്തോ ധൃതി പിടിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ പുറകിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ചെയ്തു തീർക്കാനുള്ള 100 കണക്കിന് കാര്യങ്ങളും വിധികളും വേറെയുണ്ട്, അതൊന്നും തൊട്ടിട്ടില്ല. ഈ ഹിന്ദുക്കളുടെ മാത്രം നെഞ്ചത്ത് കയറി താണ്ഡവ നൃത്തം ആടുന്നതിന് എതിരെയാണ്. അതിന് കോൺഗ്രസ് സപ്പോർട്ട് ഉണ്ടെങ്കിലും വിരോധമില്ല, NDA സപ്പോർട്ട് ഉണ്ടെങ്കിലും വിരോധമില്ല, വെള്ളാപ്പള്ളി നടേശനെ എതിര് പറഞ്ഞാലും വിരോധമില്ല, അനുകൂലിച്ച് പറഞ്ഞാലും വിരോധമില്ല, ആരെന്ത് പറഞ്ഞാലും വിരോധമില്ല. ഈ കോടതി വിധി ശബരിമലയുടെ കാര്യങ്ങൾക്ക് മാത്രം എതിരായിട്ടല്ല, ഹിന്ദുക്കളുടെ ഏത് കാര്യത്തും കോടതിയും ജഡ്ജിയും ഒക്കെ നെഞ്ചത്ത് കയറി താണ്ഡവ നൃത്തം ആടുന്നു ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ പോലെ. അതിനെതിരെ പ്രതികരിക്കാനാണ് ഹിന്ദുക്കളെ ഉണർത്തുന്നതും ഹിന്ദുക്കൾ ഉണരേണ്ടതും. അതിൽ ആരൊക്കെ മുതലെടുക്കാൻ ശ്രമിക്കുന്നോ അവരൊക്കെ മുതലെടുക്കാൻ അനുവദിക്കേണ്ടതും. അവരൊക്കെ മുതലെടുക്കട്ടെ, എന്താ കുഴപ്പം? അവരുടെ മുതലുണ്ടെങ്കിൽ മുതലെടുക്കട്ടെ. അവർ ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുകയാണെങ്കിൽ വാദിക്കട്ടെ, സ്പ്ലിറ്റ് ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാവട്ടെ, എല്ലാവരും അവരവരുടെ രീതിയിൽ വാദിക്കട്ടെ. നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പൊ വിദേശത്തുള്ളവര് പലരും വിളിക്കുമ്പോഴത്തേക്കും അവരെല്ലാവരും ധരിക്കുന്നത് ഇവിടെ ഈ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള പ്രോബ്ലം മാത്രമേ ഉള്ളൂ എന്നാണ്. അല്ല, ശരിക്ക് സുകുമാരൻ നായരൊക്കെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിന് ദേവസ്വം ബോർഡും ഗവൺമെന്റും ഒന്നും കൊടുക്കുന്നില്ല. മറിച്ച് ദേവസ്വം ബോർഡ് അപ്പോയിന്റ് ചെയ്യുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാർക്കും ഈ തൊഴിലാളികൾക്കും ഈ ദേവസ്വം കമ്മീഷണർക്കും ഈ ദേവസ്വം ബോർഡ് ചെയർമാനും ദേവസ്വം പ്രസിഡന്റിനും കോടിക്കണക്കിന് രൂപയുടെ ശമ്പളം ഈ ഗവൺമെന്റിന്റെ രാഷ്ട്രീയക്കാരാണ് അതിന്റെ പുറത്തിരിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ് അതിന്റെ പുറത്തിരിക്കുന്നത്.
അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ ശമ്പളം കൊടുക്കുന്നത് ഈ ഭക്തന്മാരുടെ വഴിപാടിൽ നിന്നാണ്. അതാണ് ഗവൺമെന്റ് പിടിച്ചു പറിക്കുന്നതിൽ ഒന്ന്. അല്ലാതെയും എടുക്കുന്നുണ്ട്. ഇപ്പൊ 150 കോടി രൂപ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് എന്താ ചെയ്തിരിക്കുന്നതെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നം ചെറിയ ഒരു ജീരകം മാതിരിയുള്ള 50 വയസ്സിനും 10 വയസ്സിനും ഇടയ്ക്കുള്ളതല്ല. ഹിന്ദുക്കളെ തൊട്ട് കളിക്കുന്ന അതൊരു ഹോബിയായിരിക്കാണ്. ഉമ്മൻചാണ്ടി ആയാലും ശരി, ഏത് ഭരണാധികാരി, ജയലളിതയാണെങ്കിലും ശരി, യെദ്യൂരപ്പയാണെങ്കിലും ശരി, അല്ലെങ്കിൽ അവിടെയുള്ള കോൺഗ്രസ് പ്രസിഡന്റ് ആണെങ്കിലും ശരി, എല്ലാവരും അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഹിന്ദുക്കളുടെ നെഞ്ചത്ത് കയറി ചാടാനാണ് അവർക്ക് പ്രോഗ്രാമും പ്രോജക്റ്റും പ്ലാനും. അതിനെതിരെ കൂടിയുള്ള സമരമാണ് ഇത് എന്ന് ദേശവിദേശത്തുള്ള ഹിന്ദുക്കൾ മനസ്സിലാക്കണം. പ്രണാമം, നമസ്കാരം.